ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ചക്കരിശ്ശേരിയാണ്. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ചധികം ചക്കയൊക്കെ വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനിത് ലോട്ടേക്ക് വേണ്ട മറ്റ് സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ അരയ്ക്കാനായിട്ട് ഒരു മുഴുവൻ തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ 2 തണ്ട് കറിവേപ്പില, 1 ടീസ്പൂൺ ജീരകം, പിന്നെ 5 അല്ലി വെളുത്തുള്ളി, ഇതൊക്കെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ ചക്കയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 2 സ്പൂൺ മുളക് പൊടി, പിന്നെ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കി കൊടുത്തതിന് ശേഷം 2 സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ഒന്നും കൂടി ഇളക്കുക. അത് ഈ പൊടികളൊക്കെ ചേർക്കുന്നത് സിമ്മിലാക്കിയിട്ട് വേണം കേട്ടോ ചേർക്കാനായിട്ട്. അപ്പോൾ ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി കഴിഞ്ഞതിന് ശേഷം ഒന്ന് വെട്ടി തിളയ്ക്കുമ്പോൾ നമുക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പും കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ നന്നായിട്ട് വെട്ടി തിളയ്ക്കുന്നുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നേരത്തെ തയ്യാറാക്കി വെച്ച അരപ്പ് ചേർത്ത് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇളക്കി കൊടുത്തതിന് ശേഷം ജസ്റ്റ് ഒന്ന് തിള വരുമ്പോൾ നമുക്ക് ഇതിലോട്ടേക്ക് താളിച്ചിടാം. ഫസ്റ്റ് തന്നെ തേങ്ങ വറുത്തത് ഇടണം. അതിന് ശേഷമാണ് കറിവേപ്പിലയും കടുകും വറുത്തിട്ടിടണം. അപ്പോൾ തിളച്ച് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതിലോട്ടേക്ക് നമുക്ക് കടുക് വറുത്തിട്ടിടാം. അപ്പോൾ നേരത്തെ ഞാൻ തേങ്ങ വറുത്ത് വെച്ച് ചീഞ്ചട്ടിയാണ്. അപ്പോൾ തേങ്ങ വറക്കണം ഞാൻ കാണിക്കാൻ മറന്നുപോയതാണ്. ഇനി ഇതിലോട്ടേക്ക് 1 ടീസ്പൂൺ കടുകും ആവശ്യത്തിന് കറിവേപ്പിലയും ഇട്ടിട്ട് നമുക്ക് വറുത്തിട്ട് അതിലോട്ടേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇതിലോട്ടേക്ക് തേങ്ങ വറുത്തത് കൂടി ചേർത്തിട്ട് സ്റ്റവ് ഓഫ് ചെയ്യാം. അങ്ങനെ നമ്മുടെ ചക്കരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കിത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്നൊരു എരിശ്ശേരിയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്കൊക്കെ അറിയിക്കാം. അപ്പോൾ മറ്റൊരു നല്ലൊരു റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബായ്.